ഭഗവാൻ വീണ്ടും തുടർന്നു. പിന്നീട് മറ്റൊരു മനുവിന്റെ കാലത്ത് നിങ്ങൾ രണ്ടുപേരും കശ്യപ പ്രജാപതിയായും അതിഥിയായും ഭവിച്ചു. എന്നെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധരായി ജീവിച്ചു. അന്ന് ഉപേന്ദ്രൻ എന്ന പുത്രനായി ഞാൻ നിങ്ങൾക്ക് ജനിച്ചു. അങ്ങനെ പൂർവ്വജന്മങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് പുത്രനായി വന്നിട്ടുണ്ട്. എന്റെ മായയ്ക്ക് വശപ്പെട്ട് നിങ്ങൾ അതെല്ലാം മറന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആ ജന്മാന്തര ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ചതുർഭുജാതി ലക്ഷണ സഹിതനായി ജനിച്ചത്. അന്ന് നിങ്ങൾ പുത്രസ്നേഹം എനിക്ക് നൽകി. ഇന്ന് നിർമ്മല ബ്രഹ്മാനന്ദ ഭക്തിയോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നിൽ ലയിക്കണമെന്നാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞാൻ ബാലസ്വരൂപത്തെ സ്വീകരിക്കുന്നു. ബാലനായി കിടന്ന് ഞാൻ കരയാൻ തുടങ്ങുമ്പോൾ കംസൻ അറിയുകയും വരികയും ചെയ്യും. അതിനു മുമ്പ് തന്നെ എന്നെ എടുത്തുകൊണ്ട് അമ്പാടിയിലേക്ക് പോവുക. അവിടെ നന്ദന്റെ ഭാര്യയായ യശോദയുടെ സമീപം കിടത്തുക. യശോദയിൽ ജനിച്ചിരിക്കുന്ന പുത്രിയെ വേഗത്തിൽ ഇങ്ങോട്ടും കൊണ്ടുവരിക. കംസൻ കോപത്തോടുകൂടി കൊല്ലാൻ വരുമ്പോൾ ഈ പുത്രിയെ കാട്ടിക്കൊടുക്കുക. അപ്പോൾ യാഥാർത്ഥ്യം മറനീങ്ങി വെളിവാകും. ദേവകി വസുദേവന്മാരോട് ഇപ്രകാരം പറഞ്ഞതിനു ശേഷം ഭഗവാൻ വൈഷ്ണവ ഭാവം മറച്ചുകൊണ്ട് ബാലഭാവം സ്വീകരിക്കുകയും കൈയും തലയും കുടഞ്ഞ് കരയാൻ തുടങ്ങുകയും ചെയ്തു. ഏതൊരു മനുഷ്യ ശിശുവിനെയും പോലെ. ഭഗവാൻ കൽപ്പിച്ചതനുസരിച്ച് വസുദേവൻ പുത്രനെ മാറിൽ അണച്ചുകൊണ്ട് പുറത്തേക്ക് പോകുവാൻ ആഗ്രഹിച്ച സമയത്ത് തന്നെ ഗോകുലത്തിൽ നന്ദഭാര്യയായ യശോദയിൽ സാക്ഷാൽ യോഗമായി ജനിച്ചു. രണ്ടു കുട്ടികളെയും പരസ്പരം മാറ്റുന്നതിന് നിശ്ചയിച്ചുകൊണ്ട് വസുദേവൻ പരിശ്രമം തുടങ്ങി. കംസഭടന്മാർ ഇതൊന്നും അറിഞ്ഞില്ല. പലരും ഉറങ്ങിപ്പോയിരുന്നു. ഉറങ്ങാതിരുന്നവർ മറന്നുപോയിരുന്നു. വസുദേവന്റെ കയ്യിലും കാലിലും ഉണ്ടായിരുന്ന ബന്ധനം താനേ വേർപെട്ടുപോയി. അഖില സംസാര ബന്ധങ്ങളെയും സംഹരിക്കാൻ ശക്തനായ മഹാവിഷ്ണുവിന്റെ ഭക്തന് മറ്റെന്തു ബന്ധനമാണ് ഉണ്ടാകാനുള്ളത്? ബന്ധിച്ചിട്ടിരിക്കുന്ന മുറിയുടെ കവാടങ്ങളെല്ലാം താനേ താഴെ തുറന്ന് അകലുകയും ചെയ്തു. മഹാവിഷ്ണുവായ ആ ബാലനെ കയ്യിലെടുത്തുകൊണ്ട് വസുദേവൻ വേഗത്തിൽ നടന്നു. അപ്പോൾ ആകാശദേശത്ത് കാർമേഘ പടലങ്ങളിൽ മിന്നലുകളാകുന്ന വള്ളികളും പുഷ്പമാലകളും ഇടകലർന്ന് പ്രത്യക്ഷമായി. ജനസഞ്ചാരം വഴിയിൽ ഉണ്ടാകാതിരിക്കത്തക്ക വിധം ഇടിയും മഴയും ഉണ്ടായി. ശ്രീകൃഷ്ണ ഭഗവാനെ മാറിൽ ധരിച്ച വസുദേവന്റെ സാന്നിധ്യം മൂലം അചേതനങ്ങളായ കവാടങ്ങൾ പോലും ബന്ധവിമുക്തങ്ങളായി തീർന്നു. അപ്പോൾ ഭഗവാനെ സേവിക്കുന്ന സചേതനന്മാർ സംസാര ബന്ധമുക്തന്മാരാകുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഭഗവാൻ നൽകിയ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് വസുദേവൻ അമ്പാടിയിലേക്ക് പുത്രനെ എടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ചു. എല്ലാ ബന്ധനങ്ങളും അപ്പോൾ ഇല്ലാതെയായി. പ്രകൃതി അനുകൂലമായി ഭവിക്കുകയും ചെയ്തു.